ജിമ്മി ജെയിംസ്, ബീഹാർ നൽകുന്ന ആത്മവിശ്വാസം ഇന്ത്യക്ക് ചെറുതല്ല, പ്രത്യേകിച്ച് BJPക്ക് ചെറുതല്ല. അത് ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ കൃത്യമായി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു പ്ലാൻ ഉണ്ട് എന്നറിയാം. ആ പ്ലാൻ വിജയിക്കുമോ? ബീഹാർ അല്ല കേരളം, വടക്കേ ഇന്ത്യ പോലെയല്ല കേരളവും തമിഴ്നാടും പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രാഥമികമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എത്രയോ കാലമായി വെള്ളം കോരി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, താമര വളർത്താൻ പാടുപെടുന്ന ഒരു പാർട്ടി, ഒരു മുന്നണി. ആ മുന്നണിക്ക് പദ്ധതികളുണ്ടാകും. ആ പദ്ധതികൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഒരു സാധ്യതയും BJPക്ക് അടുത്ത കാലത്തെങ്ങും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ തിരുവനന്തപുരം വളരെ പ്രതീക്ഷയോടെ BJP മുന്നോട്ട് വയ്ക്കുന്ന, കഴിഞ്ഞ തവണ ചിലപ്പോൾ ജയിക്കുമെന്ന് വിചാരിക്കുകയും പക്ഷേ വളരെ പുറകിൽ പോവുകയും പക്ഷേ രണ്ടാം സ്ഥാനത്താണ് കോൺഗ്രസിന് തറപറ്റിക്കാനായി. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നോക്കൂ, തിരുവനന്തപുരത്ത് ഇന്നൊരു ആത്മഹത്യ കൂടെ നടന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ തന്നെ രണ്ടാമത്തെ സംഭവമാണ് ഈ ഇലക്ഷൻ പശ്ചാത്തലത്തിൽ തന്നെ. എങ്ങനെ ഇത് സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം, ഇതേക്കുറിച്ചൊക്കെ പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു BJP നേതൃത്വം. ഈ ആദ്യത്തെ ആത്മഹത്യ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. മറ്റൊരു BJP നേതാവ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഞാൻ പറയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ. മുൻ വക്താവുമാണ് കുമാർ. BJP തിരുവനന്തപുരത്ത് അവർക്ക് വലിയ പ്രതീക്ഷയുള്ള, ഇപ്പോൾ ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർ വളരെ മോശം തുടക്കമാണ് നടത്തിയിരിക്കുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ദേശീയ വിഷയങ്ങളോ സംസ്ഥാന വിഷയങ്ങളോ അല്ല, അതാത് സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ് നോക്കുക. അതുകൊണ്ട് BJPക്ക് ചില ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2 മുനിസിപ്പാലിറ്റികൾ ഇപ്പോൾ തന്നെ BJPയിലുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എത്രത്തോളം BJP മുന്നോട്ട് പോകും എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. ഒരൊറ്റ ജില്ലാ പഞ്ചായത്തുകളും പിടിക്കാൻ പോകുന്നില്ല. ബ്ലോക്കും ഗ്രാമപഞ്ചായത്തുകളിലാണ് പിന്നെ BJP നോക്കാൻ പോകുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ നമുക്ക് നോക്കാം. പക്ഷേ അതൊക്കെ പ്രാദേശികമായ ചില നീക്കുപോക്കുകളെയും പ്രാദേശികമായ ഘടകങ്ങളെയും അനുസരിച്ചിരിക്കും, നമുക്കതറിയില്ല. പക്ഷേ കോർപ്പറേഷനുകൾ BJPയുടെ പ്രതീക്ഷ തിരുവനന്തപുരത്ത് ജയിക്കാനേ പോകുന്നില്ല. തിരുവനന്തപുരത്ത് BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന കഴിഞ്ഞ തവണ അവർക്ക് ജയിക്കാനായാലും ഇത്തവണ തുടക്കം തന്നെ പാളിയ BJP തിരുവനന്തപുരത്ത് പൊളിയാനാണ് പോകുന്നത്. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് തൃശ്ശൂർ ഇങ്ങ് പിടിച്ചു കളയും എന്ന് വിചാരിക്കുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഉണ്ടാകാൻ പോകുന്നില്ല. തൃശ്ശൂർ കോർപ്പറേഷനും പിടിക്കില്ല. അതേസമയം മുനിസിപ്പാലിറ്റികൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 എണ്ണം അവിടെയുണ്ട്. എത്രത്തോളം അവർക്ക് കൂട്ടാൻ പറ്റും നമുക്ക് നോക്കാം. അതൊക്കെ വളരെ പ്രാദേശികമായ വിഷയമുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഭരണവുമായി ഇലക്ഷന് മത്സരിക്കുന്നു. കോൺഗ്രസും അതുപോലെ തന്നെ CPM തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP ചിത്രത്തിലില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെങ്കിലും BJPക്ക് അകത്ത് തന്നെ പരാതി, BJP ഇത് കാര്യമായി മുന്നോട്ടെടുത്തില്ല എന്നുള്ളതാണ്. BJP പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ 7 അയലത്ത് പോലും BJPക്ക് വരാനായില്ല എന്നുള്ളത് അവരുടെ പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള ഒരു വലിയ വിമർശനമാണ്. ചുരുക്കത്തിൽ കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രതിപക്ഷമായി കളം നിറഞ്ഞു നിൽക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ കോൺഗ്രസിനെ കുറിച്ച് അങ്ങനെ ആയിരുന്നില്ല അഭിപ്രായം. പക്ഷേ നോക്കൂ, കോൺഗ്രസ് എത്ര ഭയങ്കരമായിട്ടാണ് തിരിച്ചു വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതുപോലെ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല കോർപ്പറേഷനുകളിലും കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ശക്തമായി അവരുടെ പ്രചരണ പരിപാടികളെ മുന്നോട്ട് പോകുന്നു. കോൺഗ്രസും CPM അല്ലെങ്കിൽ LDFും UDFും തമ്മിലുള്ള മത്സരം കുറച്ചുകൂടെ ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തദ്ദേശത്തിൽ കാണാൻ പോകുന്നത്. ബാക്കി റിസൾട്ട് വരുമ്പോൾ പറയാം. പക്ഷേ BJPയുടെ പ്ലാൻ എന്താണെന്നാണല്ലോ നമ്മുടെ ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി സ്ഥലങ്ങൾ നേടുക എന്നുള്ളത് അവരുടെ സ്വപ്നമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ? നിയമസഭയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ജയിച്ചില്ല. 2016 ഉള്ള ഒരു സീറ്റ് 2024 പൂട്ടി സംപൂജ്യരായ പാർട്ടിയുടെ പേരാണ് BJP. എന്ന് മാത്രമല്ല, 2016 നിന്ന് 2021 വരുമ്പോൾ വോട്ട് ഷെയർ 2% NDA മുന്നണിക്ക് കുറഞ്ഞത്. 2%. BJPക്ക് ഒറ്റയ്ക്കെടുത്താൽ കഷ്ടിച്ച് 1% വോട്ടാണ് അവർക്ക് കൂട്ടാനായത്. ഇങ്ങനെയുള്ളൊരു പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 2ാം സ്ഥാനത്ത് വന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. 9 മണ്ഡലങ്ങൾ അവർ 2ാം സ്ഥാനത്താണ്. അതിൽ 3 ജയിച്ചത് UDF ആണ്, ബാക്കി 6 ജയിച്ചത് LDF ആണ്. ഇതിൽ പ്രധാനപ്പെട്ട BJPക്ക് ശ്രദ്ധ വയ്ക്കാൻ വരുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ 4 നിയമസഭാ മണ്ഡലങ്ങൾ, ആ തിരുവനന്തപുരം 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒരു വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം സെൻട്രലാണ്, വട്ടിയൂർക്കാവാണ്, നേമമാണ്, കഴക്കൂട്ടമാണ്. ഈ 4 സ്ഥലത്താണ് BJP അവരുടെ പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വളരെ വലിയ ദയനീയമായ ഒരു അവസ്ഥയൊക്കെ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് 2016 നിയമം എങ്ങനെയാണ് ജയിച്ചത്? ഏറ്റവും ദുർബലമായ ഒരു സ്ഥാനാർത്ഥി വരുന്നു, നിയമത്ത് BJP പുല്ലുപോലെ ജയിക്കുന്നു. 2021 കോൺഗ്രസിന് ശക്തനായൊരു സ്ഥാനാർത്ഥി വരുന്നു, അക്കൗണ്ട് പൂട്ടുന്നു. കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുകയാണ് ഇവിടെ. കോൺഗ്രസ്സിന്
2016 തിരിച്ചടി, 2021 തിരിച്ചടി, അവിടെ നിന്ന് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ആണ്. എന്തെല്ലാം പടലപ്പിണക്കങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ഈ തദ്ദേശം വരുന്നു, അതിനുശേഷം നിയമസഭയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ഇനി ഒരു മുന്നോട്ട് പോക്കില്ല എന്ന് മനസ്സിലാക്കി, ഇനി ഒരു ഭാവിയില്ല എന്ന് മനസ്സിലാക്കി കോൺഗ്രസും UDFും ഒരുമിച്ച് നിൽക്കാനാണ് പോകുന്നത്. അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അതിനുള്ള ചിത്രം തെളിയുകയുമാണ്. ചുരുക്കത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായി നിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു നേമത്ത് എങ്ങനെയാണ് 2016 BJPയുടെ അക്കൗണ്ട് തുറന്നത്, എങ്ങനെയാണ് 2021 അക്കൗണ്ട് പൂട്ടിയത്, രണ്ടും കോൺഗ്രസ് ഒരു നിർണായക ഫാക്ടറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. നേമം ഒരു പ്രധാനപ്പെട്ട ഒരു സീറ്റ് തന്നെ ഞാൻ കരുതുകയാണ്. നേമത്ത് പക്ഷേ ഒന്നെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദുർബലമാകണം, അല്ലെങ്കിൽ CPMൻ്റെ സ്ഥാനാർത്ഥി ദുർബലമാകണം, അല്ലെങ്കിൽ ദുർബലമാക്കി കൊടുക്കണം. അതാണല്ലോ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നടന്നിട്ടുള്ളത്. കോൺഗ്രസിനെ കുറിച്ച് 2016 ആരോപണം BJPക്ക് ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് ദുർബല സ്ഥാനാർത്ഥി നിർത്തിയെന്നാണ്. ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇത്തവണ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കോൺഗ്രസ് നിൽക്കാനേ പോകുന്നില്ല. കോൺഗ്രസ് സംബന്ധിച്ചോളം അതൊരു പ്രശ്നമേ അല്ല. ഇനി നേരത്തെ പറഞ്ഞ BJPയുടെ പദ്ധതി എന്താ? BJP കേരളം പിടിക്കും എന്ന് പറയാൻ BJPയുടെ ചിലപ്പോൾ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ആരെങ്കിലും പറയുമായിരിക്കും. പക്ഷേ അതൊരു വെറും സ്വപ്നം മാത്രമാണ്. സ്വപ്നം പോലും അല്ല. BJP അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. BJPയുടെ പദ്ധതി 2026 2031 ഒരുപക്ഷെ 2036 ആയിരിക്കും. ആ സമയമാകുമ്പോഴേക്കും എങ്ങനെയാണ് BJPയുടെ ജയിക്കുക, BJP എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെങ്കിലും ആവുക, അതാണ് BJPയുടെ പ്ലാൻ. അത് കോൺഗ്രസ് ഇല്ലാതാവുക എന്നുള്ളതാണ്. കോൺഗ്രസ് ദുർബലമാകുന്ന സ്ഥലത്തേക്ക്, ആ സ്പേസിലേക്ക് BJP മുന്നോട്ട് കയറുകയും ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി മാറുകയും ചെയ്യണം. അതിനിത്തവണ BJPക്ക് ഒരു 10 സീറ്റെങ്കിലും പിടിക്കണം. എന്നാലേ BJP ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി ജനം പരിഗണിക്കുകയുള്ളൂ. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJPക്ക് തൃശ്ശൂർ ഒരു സീറ്റ് കിട്ടിയത്? അത് മോദി എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വം അപ്പുറത്ത് നിൽക്കുന്നു. അവരായിരിക്കും സർക്കാർ ഉണ്ടാക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ടും തിരുവനന്തപുരത്ത് 2ാം സ്ഥാനം, തൃശ്ശൂരിൽ 1ാം സ്ഥാനം, അത്രയേ ഉണ്ടായുള്ളൂ. വേറെ ഒരിടത്തും കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഉണ്ടാകുന്നതിൻ്റെ 7 അയലത്ത് പോലും വരാത്ത BJPക്ക് ആര് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്? ഒരാളും വോട്ട് ചെയ്യില്ല. ശരിയാണ്, ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPMൻ്റെ വോട്ടുകളും BJPക്ക് മറഞ്ഞു എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സാണ്. പക്ഷേ അത് ദേശീയ തലത്തിലുള്ളൊരു മത്സരത്തിൽ കോൺഗ്രസിനെയും BJPയും തമ്മിൽ മത്സരം നടക്കുമ്പോൾ ആരെ ചൂസ് ചെയ്യണം എന്നുള്ള വിധിയെഴുത്തായി കണ്ടാൽ മതി. അതേ ലോജിക്ക് ആലോചിച്ചാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPയാണ് ചിത്രത്തിലില്ലാത്തത്. എന്തിന് BJPക്ക് വോട്ട് ചെയ്യണം? BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവരെ ആരും ഗൗരവമായി കാണില്ല. അത് 2031 കാണില്ല, 2036 കാണില്ല. ഈ 10 സീറ്റിൽ ഞാൻ പറഞ്ഞ 4 സീറ്റുകൾ, തിരുവനന്തപുരത്തെ 4, പാലക്കാട്, അതുപോലെ തന്നെ കാസർഗോഡുള്ള 2 സീറ്റ്, ഇതെല്ലാം കൂടി ചേർന്നാണ് BJPയുടെ ഒരു 5ന് മുകളിലേക്ക് പോകാനുള്ള സ്വപ്നം. എങ്ങനെയാണ് കാസർഗോഡ് 2 സീറ്റുകളിൽ, അതായത് മഞ്ചേശ്വരവും കാസർഗോഡും, അവിടെ CPM വളരെ പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആരോപണം പലപ്പോഴും അത് ശരിയാണെന്ന് തോന്നാറുണ്ട്. BJPക്കെതിരെ ഒരു ക്രോസ് വോട്ടിംഗ് നടക്കാറുണ്ട്. അങ്ങനെയാണ് മുസ്ലിം ലീഗ് അവിടെ ജയിക്കുന്നതെന്ന് പറയാറുണ്ട്. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമാകാൻ സാധ്യതയുണ്ടോ? ഇതൊരു ജീവൻ മരണ പോരാട്ടമാകുമ്പോൾ CPM വേണമെങ്കിൽ, ഒരു ലോജിക്കാണ് ഞാൻ പറയുന്നത്, CPM വേണമെങ്കിൽ ആലോചിക്കാം. കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി. കോൺഗ്രസിന് കുറച്ച് സീറ്റുകൾ പോയാൽ എന്തിന് ഞങ്ങളുടെ സീറ്റ് BJPക്ക് വേണ്ടി, BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ബലി കഴിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങളതിന് ബലി കഴിക്കണം എന്നാലോചിച്ചിട്ട് CPMൻ്റെ വോട്ടുകൾ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ ഒരു പക്ഷേ മഞ്ചേശ്വരവും കാസർഗോഡും ചിലപ്പോൾ BJPക്ക് അനുകൂലമായി മാറിയാം. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ്. പക്ഷേ CPM അങ്ങനെ ഒരു കളിക്ക് നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. വേറൊന്നുമല്ല, ഇത് പഴയതുപോലെയല്ല. BJP ഒരു സീരിയസ് രാഷ്ട്രീയ പാർട്ടിയാണെന്നും കേരളത്തിൽ എന്നുള്ളത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPMന് മനസ്സിലായി കഴിഞ്ഞു. കാരണം BJP കോൺഗ്രസിന് വോട്ടുകളാണ് കൊണ്ടുപോകുക എന്ന പരമ്പരാഗതമായ വിശ്വാസം തെറ്റിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലും പലയിടത്തും CPMൻ്റെ വോട്ടുകൾ പോയിന്ന ഒരു കാഴ്ച കണ്ടു. CPMൻ്റെ കേഡർ വോട്ടുകൾ ഇളകിയോ എന്ന ഒരു ആശങ്ക CPMനുണ്ട്. CPM അവരുടെ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ പാർട്ടി ചർച്ചയിൽ അതൊക്കെ വലിയ വാർത്തയായി വന്നതാണ്. നമ്മൾ ഗൗരവമായി ആലോചിക്കണം, നമ്മുടെ വോട്ടുകൾ BJPക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നാണ് CPM തന്നെ വിലയിരുത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ തീക്കളിയായിരിക്കും BJPക്ക് വേണ്ടി ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ പിടിച്ചു വയ്ക്കുന്ന ഒരു പരിപാടി ചെയ്യാൻ അവർ ശ്രമിക്കുന്നെങ്കിൽ ഉണ്ടാവുക. അത് CPM ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. ഒരുപാട് അങ്ങനെ ഒരു ടെംപ്റ്റേഷനൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ ചെയ്താൽ വിദൂരമായ ഭാവിയിൽ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു വലിയ അപകടം CPMന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. BJPയും CPMും തമ്മിലുള്ള ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടിയുള്ള കടിപിടി ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ വളരെ ഗൗരവമായി മാറുകയും BJP CPMൻ്റെ മണ്ഡലങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം വരാം. അതുകൊണ്ട് CPM അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല.
ഇനി ബി ജെ പിയുടെ പ്ലാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇല്ലാതാവുകയാണല്ലോ. അതിന് കേരളത്തിലെ ഈ 10 സീറ്റുകൾ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ആ 10 സീറ്റ് ഒഴിച്ചുള്ള ബാക്കി 130 സീറ്റുകളിൽ BJP വേണമെങ്കിൽ CPM അനുകൂലമായി വോട്ട് മറിക്കാം. അങ്ങനെ CPM ഒരു തവണ കൂടി അധികാരത്തിൽ എത്തിക്കാം. അതിനൊരു സാധ്യതയുണ്ട്. BJPയെക്കുറിച്ച് പല കാലത്ത് പല രീതിയിൽ പലർക്ക് വോട്ട് മറിച്ചതിൻ്റെ ഒരുപാട് കഥകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. കോലീബി സഖ്യമൊക്കെ വളരെ ഫേമസ് ആയിട്ട് കേരളത്തിലെ പല തവണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്തതാണ്. BJPക്ക് അത് ചെയ്യാം. പക്ഷേ BJP പോലൊരു സംവിധാനത്തിന് ഇനി ഇത് പരസ്യമായി ചെയ്യാനാവില്ല. ഇത് മാത്രമല്ല അണികളിലേക്ക് ഈ സന്ദേശം കൊടുക്കാനുമാവില്ല. ഇനി അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തി ക്യാമ്പയിൻ കുറച്ച് അങ്ങനെയൊക്കെയാണ് വേണമെങ്കിൽ BJPക്ക് ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ അവർ ശ്രമിക്കുക. അതിന് പകരം CPMനോട് കുറച്ച് സീറ്റുകൾ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങളെ ജയിപ്പിക്കണം എന്നാവശ്യപ്പെടാം. ഇതാണ് BJPക്ക്, മോദിക്ക്, ദില്ലി കേന്ദ്രമായ അധികാരത്തിൽ ഇരിക്കുന്ന സർക്കാരിനൊക്കെ നടത്താവുന്ന ഏറ്റവും നല്ല പ്ലാൻ. വേണമെങ്കിൽ ഇപ്പോൾ PMCയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞ പോലെ കുറച്ച് പൈസ ഇട്ട് തരാം, നിങ്ങളുടെ കടമെടുപ്പ് പരിധി ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് നിൽക്കുകയല്ലേ, ഇലക്ഷനൊക്കെ വരികയല്ലേ, കുറച്ചുകൂടെ കടമെടുപ്പ് പരിധി ഇളവാക്കി തരാം, പക്ഷേ ഞങ്ങളെ സഹായിക്കണം എന്ന ഒരു ഓഫർ വയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് BJPയുടെ പ്ലാൻ. ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി കേന്ദ്ര സഹായം പിടിച്ചു വയ്ക്കുകയും അത് കുറച്ചൊക്കെ വേണമെങ്കിൽ വിട്ടുതരാമെന്ന് പറഞ്ഞ് CPMനെ സമ്മർദ്ദത്തിലാക്കാനും CPM ഒരു ഡീൽ സംസാരിക്കാനും എല്ലാ സാധ്യതയും BJP ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്ലാൻ അതാണ്. ആ പ്ലാനിൽ CPM വീഴും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഷ്ട്രീയ ദീർഘദർശിത്വം ഉണ്ടെങ്കിൽ CPMന് ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു കളിക്ക് അവർ നിന്നു കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ BJPയുടെ വോട്ടുകൾ വരുന്നെങ്കിൽ വന്നോട്ടെ, ഒരു തവണ കൂടെ അധികാരത്തിൽ കിട്ടാൻ CPMന് കിട്ടുമെങ്കിൽ CPM അത് വേണ്ടെന്ന് വെക്കില്ല. ചുരുക്കത്തിൽ BJP ഇത്തവണ കുറച്ച് വോട്ടുകൾ കുറേ മണ്ഡലങ്ങളില്ലെങ്കിലും CPMന് മറിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം അത് വിജയിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് യാതൊരു സംശയമില്ലാതെ പറയാം, തിരിച്ച് BJPക്ക് അങ്ങനെ ഒരു സഹായം കിട്ടാനുള്ള സാധ്യത തുലോം കുറവാണ്. അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ അത് നടക്കേണ്ട സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചേശ്വരത്തും കാസർഗോഡുമാണ്. അത് പാലക്കാടോ കഴക്കൂട്ടത്തോ ചാത്തന്നൂരോ വട്ടിയൂർക്കാവിലോ തിരുവനന്തപുരം, ഇതൊക്കെയാണ് കഴിഞ്ഞ രണ്ടാമത് വന്ന സ്ഥലങ്ങൾ. അവിടെ ഒന്നും CPMൻ്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും BJPക്ക് കിട്ടാൻ പോകുന്നില്ല. BJP ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ CPM സഹായിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടണമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുകയുള്ളൂ. ബീഹാർ അല്ല കേരളം. കേരളത്തിലെ ജനം അങ്ങനെയല്ല, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയല്ല. BJPക്ക് കാൽകുത്താൻ ഇടം കൊടുത്താൽ പ്രാദേശിക പാർട്ടികളെ എങ്ങനെയാണ് ഞെരുക്കുന്നത്, മറ്റു പാർട്ടികളെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് ഇതുവരെയുള്ള എല്ലായിടത്തെയും ചരിത്രം എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് BJPയെ തിരിച്ച് സഹായിക്കാനുള്ള രാഷ്ട്രീയ മണ്ടത്തരം ഇടതുമുന്നണി കാണിക്കാൻ പോകുന്നില്ല. അല്ലാതെ തന്നെ ഫൈറ്റ് ചെയ്ത് ഇത് പിടിച്ചെടുക്കാൻ, ഈ സ്ഥാനം നിലനിർത്താൻ തന്നെയായിരിക്കും ഇടതുമുന്നണി സർക്കാർ ശ്രമിക്കുക, LDF ശ്രമിക്കുക. ചുരുക്കത്തിൽ BJP ഒരു പക്ഷേ നേമത്ത് അവർക്കൊരു സാധ്യതയുണ്ട്, ഒരു പക്ഷേ കഴക്കൂട്ടത്തൊരു സാധ്യതയുണ്ട്, ചിലപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലും ഒരു സാധ്യതയുണ്ട്. പക്ഷേ അവസാനം ശക്തമായ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് ഒരു ത്രികോണ മത്സരമാണെങ്കിൽ പോലും BJP 3-ാം സ്ഥാനത്തേക്ക് ഒതുങ്ങും. ഒരു പക്ഷേ ഒരു സീറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ 0. അതാണ് BJPക്ക് സംഭവിക്കാൻ പോകുന്നത്. Meet the editors.